ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത്തിന് വേണ്ടി മനോഹരനോട് മുത്തശ്ശി സംസാരിക്കുകയാണ്. കൊണ്ടുവന്ന ഭക്ഷണം ദേവിക എടുത്തു കളഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ശരത്തിന് എന്തെങ്കിലും ഒന്ന് കഴിക്കണമല്ലോ, അതുകൊണ്ട് ദേവിക തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുമ്പോൾ ദേവിക പറയണേ, ഇല്ല, ഞാൻ ഒരിക്കലും ഇവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കില്ല, അതിനുള്ള ഗതികേടൊന്നും എനിക്കില്ല. അപ്പോൾ പ്രിയയോട് മുത്തശ്ശി പറയണേ, നീ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ പ്രിയയും പറയണേ, എനിക്കും പറ്റില്ല ഇയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ മുത്തശ്ശി പറയണേ, എങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തോളാം. അപ്പോൾ പ്രഭാവതി പറയണേ, വേണ്ട, എൻ്റെ മോൻക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തോളാം, അവൻ്റെ അമ്മയായി പോയില്ലേ. അപ്പോൾ മുത്തശ്ശി പറയണേ, വേണ്ട പ്രഭാവതി, ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തോളാം, ഫ്രിഡ്ജിൽ കുറച്ച് കഞ്ഞി ഇരിപ്പുണ്ട്. അപ്പോൾ വേറെ കറി ഒന്നുമില്ലേ മുത്തശ്ശി എന്ന് ശരത്ത് ചോദിക്കുമ്പോൾ അച്ചാറുമുണ്ട്, അത് കൂട്ടി കഴിക്കാം. അത് മതി മുത്തശ്ശി എന്ന് പറഞ്ഞ് മുത്തശ്ശിയോടൊപ്പം ശരത്ത് പോവുകയാണ് കേട്ടോ. എന്നിട്ട് കഞ്ഞിയൊക്കെ കുടിച്ച ശേഷം ശരത്ത് വരുന്ന വഴിയിൽ വെച്ചാണ് പ്രിയയെ അവിടെ നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ പ്രിയയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയണേ, നീ ഇവിടേക്ക് ഒരു വിരുന്നുകാരിയായിട്ടാണ് വന്നത്, പക്ഷേ ഇപ്പോൾ നീ ഈ വീട്ടിലെ വീട്ടുകാരിയായിട്ടാണ് എന്നോട് പെരുമാറുന്നത്. നിന്റെ ഈ അഹങ്കാരം നിർത്താനൊക്കെ എനിക്കറിയാം. പ്രിയ പറയണേ, തെറ്റ് കണ്ടാൽ ഞാൻ ആരോടാണെങ്കിലും അത് ചൂണ്ടിക്കാണിക്കും. അപ്പോൾ ശരത്ത് പറയണ, അങ്ങനെ ചൂണ്ടിക്കാണിച്ചാലും ഇപ്പോൾ ജീവനോടെ ഇല്ല, അതുകൂടി നീ ഓർക്കണം. അപ്പോൾ ശരത്ത് എന്താ പറഞ്ഞു വരുന്നത്, നിത്യക്കുണ്ടായ അതേ അനുഭവം എനിക്കും ഉണ്ടാകുമെന്നാണോ? നിനക്ക് ആള് തെറ്റി ശരത്തെ, മറ്റുള്ളവരെ അളക്കുന്നത് പോലെ നീ എന്നെ അളത്താൽ നീ വിവരമറിയും. എങ്കിൽ ഈ നിമിഷം മതി നിന്നെ ഇല്ലാതാക്കാൻ എന്നും പറഞ്ഞ് പ്രിയയുടെ കഴുത്തിന് കയറി പിടിക്കാൻ കേട്ടോ. അങ്ങനെ പ്രിയ നന്നായിട്ട് തന്നെ കൊതറുകയാണ്, അടിക്കുന്നൊക്കെ ഉണ്ട് ശരത്തിന്. പക്ഷേ പ്രിയയുടെ കഴുത്തിലെ പിടുത്തം ശരത്ത് വിടുന്നില്ല. അതോടുകൂടി പ്രിയ നല്ല ശക്തിയോട് കൂടി ശരത്തിന് ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അതോടുകൂടി ശരത്ത് നിലത്ത് പോയി അങ്ങ് വീഴുകയാണ് കേട്ടോ. എന്നിട്ട് എടി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, അലറണ്ട, നീ എന്താ കരുതിയത്, നീ മറ്റുള്ളവരോട് കളിക്കുന്നത് പോലെ നീ എന്നോട് കളിച്ചാൽ നീ വിവരമറിയും, എണീറ്റ് പോടാ എന്ന് പറയുമ്പോൾ നിന്നെ ഒരു ദിവസം എൻ്റെ കയ്യിൽ കിട്ടുമെടി, അന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ശരത്ത് പോവാണ് കേട്ടോ ദേഷ്യം പിടിച്ച്. അപ്പോൾ പ്രിയ, നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്നുള്ള ഭാവത്തിലാണ് നോക്കി നിൽക്കുന്നത്. പിന്നീട് സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചന്ദ്ര വരികയാണ്. എന്നിട്ട് പറയാണ് ഡിവോഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ച്. ഇനിയിപ്പോൾ ഡിവോഴ്സ് വേണോ സിദ്ധുവേട്ടാ എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാനും കൂടി ഈ വീട്ടിൽ നിന്നും പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ 3 പേരുടെയും കാര്യങ്ങളൊക്കെ അവതാളത്തിലാവില്ലേ, പ്രേമിച്ചു കൂടി ഇല്ലാത്തതല്ലേ. അപ്പോൾ സിദ്ധു പറയണേ, നീ ഞങ്ങളെ ഓർത്ത് ടെൻഷൻ ആവണ്ട, നീ എന്ന ബാധ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയാൽ അത്രയും സ്വസ്ഥതയും സമാധാനവും ഈ വീടിന് കിട്ടും പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും, അതുകൊണ്ട് നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട. അപ്പോൾ ചന്ദ്ര നയത്തിൽ പറയുകയാണ്, സിദ്ധുവേട്ട, ഞാൻ സിദ്ധുവേട്ടനെ ആഗ്രഹിക്കുന്ന പോലത്തെ അനുസരണയുള്ള നല്ലൊരു ഭാര്യയായിരിക്കും. സിദ്ധുവേട്ടൻ എന്നെ ഒന്ന് മനസ്സിലാക്കുക, ഏതെല്ലാം സിദ്ധുവേട്ടൻ മറക്കണം. അത് കേട്ടപ്പോൾ സിദ്ധു പറയണേ, എന്ത് മറക്കണം എന്നാണ് നീ പറഞ്ഞത്? നീ ഒരു നല്ല ഭാര്യയാവാൻ നിനക്ക് ഒരിക്കലും കഴിയില്ല. പിന്നെ നീ മറക്കാൻ പറഞ്ഞല്ലോ, എന്ത് കാര്യമാണ് ഞാൻ മറക്കേണ്ടത്? മണ്ഡപത്തിൽ വെച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടി തന്ന നിമിഷം തന്നെ നീ ആ താലി വലിച്ചൂറി കളഞ്ഞതോ? തെറ്റും ചെയ്യാത്ത എൻ്റെ പ്രേമിച്ചയെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കിയത് ഞാൻ മറക്കണോ? അതും പോരാഞ്ഞിട്ട് ആരുമില്ലാത്ത സമയത്ത് ആ വിഷ്ണുവിൻ്റെ കൂടെ നീ ഇവിടെ ചെലവഴിച്ചത് അത് ഞാൻ മറക്കണോ? ഏറ്റവും ഒടുവിൽ എൻ്റെ ചേച്ചിയെ കാണാതായപ്പോൾ നീ സന്തോഷിച്ചത് അത് ഞാൻ മറക്കണോ? എന്നിട്ട് ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ അവൾ നിസ്സാരമായി വന്ന് പറയുന്നു ഞാൻ എല്ലാം മറക്കണമെന്ന്. ഞാൻ ഏതാടി ഇതിൽ നിന്ന് മറക്കേണ്ടത്? ഇതൊക്കെ മറക്കണമെങ്കിൽ ഈ സിദ്ധു മരിക്കണം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കിക്കുക, എൻ്റെ മനസ്സിൽ ഒരേ ഒരു പെണ്ണിനെ സ്ഥാനമുള്ളൂ, അത് ദേവികയാണ്. ദേവികയാണ് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ വരുന്നത്. മാത്രമാണ് നടക്കൂ. ദേവികയല്ലാതെ മറ്റൊരു പെണ്ണിനെ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് എനിക്ക് കാണാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച്, നീ എന്നോട് ഇനി മേലിൽ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ എൻ്റെ കൺമുന്നിൽ പോലും വന്നേക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ദേഷ്യം പിടിച്ച് സിദ്ധു ഇറങ്ങി പോകുന്നത്. പിന്നീട് രംഗൻ സിദ്ധുവിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയണേ, എനിക്ക് എവിടെ തിരിഞ്ഞാലും രമയെക്കുറിച്ച് മാത്രമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു വീർപ്പ് മുട്ടും തോന്നുന്നു, അതുകൊണ്ട് അച്ഛ ഞാനിവിടെ നിന്ന് തൽക്കാലം പോവുകയാണെന്ന് പറയുമ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പറയണേ, രംഗ, നിന്നെ ഞാനൊരു മരുമകനായിട്ടല്ല കണ്ടിട്ടുള്ളത്, എൻ്റെ മകനായിട്ടാണ് കണ്ടിട്ടുള്ളത്. പ്രേമയില്ലാത്ത ഈ വീട്ടിൽ നിന്നും ഒരിക്കലും നീ ഇറങ്ങിപ്പോവരുത്. നീ ഇറങ്ങിപ്പോയാൽ ഈ വീട്ടിൽ ഞങ്ങളെല്ലാവരും തളർന്നു പോവും, അതുകൊണ്ട് രംഗ നീ പോവരുത് എന്ന് പറഞ്ഞ് സിദ്ധുവിൻ്റെ അച്ഛൻ രംഗനോട് പോവരുത് എന്ന് പറഞ്ഞ് യാചിക്കുകയാണ് കേട്ടോ. അങ്ങനെ അച്ഛൻ കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ രംഗൻ്റെ മനസ്സലിയുകയാണ്. അങ്ങനെ രംഗം പോകുന്നില്ല എന്നുള്ള തീരുമാനത്തിലെത്തണം. ഇവിടെ ദേവികയെ കാണണം എന്ന് പറഞ്ഞ് അക്ഷര വിളിപ്പിക്കുകയാണ്. അപ്പോൾ ദേവികയാണെങ്കിലും അക്ഷരോട് ഒരു നയത്തിൽ പോലും സംസാരിക്കാതെ കുറച്ച് ഗൗരവത്തിലാണ് സംസാരിക്കുന്നത്. എന്തിനാണാവോ നിങ്ങൾ എന്നെ കാണണം എന്ന് പറഞ്ഞ് വിളിച്ചത്? അത് പിന്നെ ദേവിക, എൻ്റെ മോളുടെ ജീവൻ രക്ഷിച്ചത് നീയാണ്. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിന്നെ നേരിട്ട് കണ്ട് നന്ദി പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. അപ്പോൾ ദേവിക പറയുന്നത്, അതിന് എന്നോട് ശ്രുതിമോൾ തന്നെ
നന്ദി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി എന്തിനാ നിങ്ങൾ പറയുന്നത്? അങ്ങനെയല്ല, ഞാൻ ശ്രുതിമോളുടെ അമ്മയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മോളുടെ ജീവൻ രക്ഷിച്ച നിന്നെ കണ്ടൊന്ന് നന്ദി പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ ദേവിക പറയണ നന്ദിയൊക്കെ ഇരിക്കട്ടെ, ഞാനത് സ്വീകരിച്ചു. പക്ഷേ ഇതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് അടുക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതണ്ട. നിങ്ങളും ഡോക്ടറും എന്നോട് ചെയ്ത തെറ്റ് അത് ഒരിക്കലും മറക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന തെറ്റല്ലല്ലോ നിങ്ങൾ എന്നോട് ചെയ്തത്. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഇനി മേലിൽ നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതോടുകൂടി അക്ഷരയ്ക്ക് പിന്നെ ദേവികയോട് പറയാൻ കഴിയാതെ ദേവിക പോകുന്നത് നോക്കി നിൽക്കുകയാണ്. ദേവിക പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള ഭാവത്തിൽ. പിന്നീട് ശരത്തിന്റെ റൂമിലേക്ക് പ്രഭാവതി ചെല്ലുകയാണ്. അപ്പോൾ ശരത്ത് കള്ളു കുടിച്ച് ബോധമില്ലാതെയാണ് കിടക്കുന്നത്. നിത്യയുടെ ചോര പുരണ്ട ആ ഷാള് കയ്യിൽ ചുറ്റിയിട്ടാണ് കിടക്കുന്നത്. എന്നിട്ട് പ്രഭാവതി കയ്യിൽ ചോര ചുറ്റി കിടക്കുന്ന ആ ഷാള് കണ്ടപ്പോൾ ഇതെന്താ ഇവൻ ഇങ്ങനെ കിടക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് നോക്കുന്നത്. എന്നിട്ട് പ്രഭാവതി ശരത്തിനോട് ചോദിക്കുകയാണ്, ശരത്തെ നീ എന്താടാ ഈ കാണിക്കുന്നത്? ഇതെങ്ങാനും ദേവിക കണ്ടുവന്നാൽ നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. നീ കള്ളുകുടിയും തുടങ്ങിയല്ലേ? അപ്പോൾ ശരത്ത് പറയണ, അതിന് ഞാൻ പലരും അറിയാതെ ഇതുപോലെ പലതവണ കള്ളു കുടിച്ചിട്ടുണ്ട്. ആരും എന്നെ പിടിക്കില്ല. പിന്നെ ദേവിക എന്താ എന്നെ കൊല്ലുമോ? അവൾ കണ്ടോണ്ട് വന്നാൽ എന്നെ അവൾ ഒന്നും ചെയ്യില്ല. എൻ്റെ ഒരു പിടുത്തത്തിനില്ല. അവൾ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. അവൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. അവളെ ഞാൻ വിരിച്ച വലയിൽ ഞാൻ വീഴ്ത്തിയിരിക്കും എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് പിച്ചും പഴയും അങ്ങ് പറയുകയാണ്. അങ്ങനെ കള്ളു കുടിച്ച് ബോധമില്ലാതെ പ്രഭാവതിക്ക് മുന്നിൽ ശരത്ത് എല്ലാ സത്യങ്ങളും അങ്ങ് വിളിച്ചു പറയട്ടോ. എന്നിട്ട് പ്രഭാവതി ചോദിക്കുകയാണ്, എന്തിനാടാ നിന്റെ കയ്യിൽ ഈ ഷാള് ചുറ്റിയിരിക്കുന്നത്? ഇത് നിത്യയുടെ ഷാളാണ്. മരിക്കുന്ന ദിവസം അവൾ ഈ ഷാളാണ് ഇട്ടിരുന്നത്. അവൾ അവസാനമായി എൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് ഞാൻ ദേവികയ്ക്ക് വിരിച്ച വലയിൽ അവളാണ് വീണത്. അവളൊരു പാവമായിരുന്നു. പക്ഷേ അവളെ ഞാൻ പിന്നെ വെറുതെ വിടുമോ? അങ്ങനെ ദേവികയ്ക്ക് വിരിച്ച വലയിൽ പാവം പിടിച്ച ആ നിത്യയാണ് വന്ന് വീണത്. അതോടുകൂടി അവളും ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു. മുന്നിൽ വന്ന് പെട്ടാൽ പിന്നെയുണ്ടോ അവരൊക്കെ ജീവനോടെ പോകുന്നത്? അത് കേട്ടപ്പോൾ പ്രഭാവതി അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ നീയാണോ നിത്യയെ കൊന്നത്? നിത്യയെ മാത്രമല്ല, നടേശനെയും റൂബിയെയും അങ്ങനെ എത്ര പേരെ ഞാനാണ് ഇല്ലാതാക്കിയത്. മനോഹരനെ ഈ അവസ്ഥയിൽ എത്തിച്ചതും എല്ലാം ഞാനാണ്. പക്ഷേ മനോഹരൻ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇനി ദേവികയാണ് എൻ്റെ ഊഴം. എനിക്ക് തടസ്സമായി നിൽക്കുന്നത് ആരൊക്കെയാണോ അവരെയൊക്കെ ഞാൻ ഇല്ലാതാക്കും. അത് കേട്ടപ്പോൾ പ്രഭാവതി അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ പ്രഭാവതി ചോദിക്കുക, അപ്പോൾ നീയാണോ ശ്രാവണനെ ഇല്ലാതാക്കിയത് എന്ന് ചോദിച്ചതോടുകൂടി അങ്ങ് പുഞ്ചിരിക്കുകയാണ്. ഇതൊക്കെ ബോധമില്ലാതെ കണ്ണടച്ചുകൊണ്ടാണ് ശരത്ത് ഓരോ സത്യങ്ങളും വിളിച്ചു പറയുന്നത്. അപ്പോൾ ശ്രാവണനെ ഇല്ലാതാക്കിയതും ഞാൻ തന്നെയാണ്. എൻ്റെ മുന്നിൽ തടസ്സമായി നിൽക്കുന്ന ശ്രാവണനെ ഇല്ലാതാക്കുകയല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? എൻ്റെ മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് ആരൊക്കെയാണോ അവരെയെല്ലാം ഞാൻ ഇല്ലാതാക്കും. ശരത്ത് എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞതോടുകൂടി പ്രഭാവതി പൊട്ടിക്കരയുകയാണ്. ശരവണനെ ഇല്ലാതാക്കിയത് ശരത്ത് തന്നെയാണ് എന്നുള്ള ആ സത്യം അറിഞ്ഞതോടുകൂടി പ്രഭാവതി കരഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ പ്രഭാവതി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് ദേവിക കണ്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ ദേവിക എന്താന്ന് ചോദിച്ച ഉടനെ തന്നെ പ്രഭാവതി ദേവികയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങ് കരയുകയാണ്. അപ്പോൾ എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നത്, ദേവികയെ നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ദേവികയുടെ കൈ പിടിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞിട്ടാണ് പ്രഭാവതി പൊട്ടിക്കരഞ്ഞിട്ട് ദേവികയോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാക്ഷസനാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു മോളെ എന്ന് പറഞ്ഞ് എല്ലാ സത്യവും ഇനി പറയാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ദേവിക എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിന്നോടും ഈ വീട്ടിലുള്ളവരോടും എന്തെല്ലാം ദ്രോഹങ്ങളാണ് എന്തെല്ലാം പാപങ്ങളാണ് ചെയ്തു കൂട്ടിയത്. തിരുത്താൻ പറ്റാത്ത പാപങ്ങളാണ് ഞാൻ ചെയ്തു കൂട്ടിയത്. എല്ലാ സത്യങ്ങളും അറിഞ്ഞു മോളെ. എന്താ ശരത്ത് എന്തെങ്കിലും പറഞ്ഞു? എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, എല്ലാം ഞാൻ നാളെ പറയാം മോളെ. നീ ആയിരുന്നു ശരി, നീ മാത്രമായിരുന്നു ശരി എന്ന് പറഞ്ഞ് പ്രഭാവതി കരഞ്ഞുകൊണ്ടാണ് റൂമിലേക്ക് പോകുന്നത്. അങ്ങനെ ഇനി എല്ലാ സത്യങ്ങളും ദേവികയോട് പ്രഭാവതി പറയുകയും പോലീസിൻ്റെ അടുത്തേക്ക് അവർ പോവുകയും ചെയ്യും എല്ലാ സത്യങ്ങളും പറയാൻ വേണ്ടി. അപ്പോൾ ശരത്താണെങ്കിലോ ബോധം തെളിഞ്ഞ ശേഷം രാവിലെ പ്രഭാവതിയെ വായ പൊത്തി കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ആരോടും ഈ സത്യം പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പ്രഭാവതിയെയും ശരത്ത് അപകടപ്പെടുത്തുന്നുണ്ട് കേട്ടോ. കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.